അമേരിക്കൻ സ്വപ്നം കണ്ട് യാത്ര തിരിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ IT പ്രൊഫഷണലുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വിസ. വർഷങ്ങളോളം ജോലി ചെയ്തിട്ടും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ഒരു ലോട്ടറിയുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ കൊണ്ട് മാത്രം രാജ്യം വിടേണ്ടി വരുന്ന എത്രയോ പേർ. എന്നാൽ തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു ഇന്ത്യൻ ടെക്കിയുടെ പോരാട്ടവീര്യത്തിന്റെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. മൈക്രോസോഫ്റ്റിലെ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഐഷാനി ബി എന്ന യുവതിയുടെ കഥയാണിത്. തുടർച്ചയായി 7 തവണ H1B വിസ ലോട്ടറിയിൽ പരാജയപ്പെട്ടിട്ടും വിധിക്ക് കീഴടങ്ങാതെ അവർ പോരാടി. ഒടുവിൽ കാനഡയിലേക്ക് താമസം മാറേണ്ടി വന്നെങ്കിലും അസാമാന്യ പ്രതിഭകൾക്ക് മാത്രം ലഭിക്കുന്ന EB1 വിസയിലൂടെ അവർ അമേരിക്കൻ ഗ്രീൻ കാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. വിസ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്ന ഏതൊരാൾക്കും വലിയൊരു പ്രചോദനമാണ് ഐഷാനിയുടെ ജീവിതം. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക്, പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക് ഏറ്റവും പരിചിതമായ ഒന്നാണ് H1B വിസ ലോട്ടറി. ഐഷാനി 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ തുടർച്ചയായി 7 തവണയാണ് ഈ ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിച്ചത്. എന്നാൽ ഒരിക്കൽ പോലും അവർ തിരഞ്ഞെടുക്കപ്പെട്ടില്ല. താൻ അനുഭവിച്ച മാനസിക വിഷമത്തെക്കുറിച്ച് ഐഷാനി ലിങ്ക്ഡിനിൽ പങ്കുവച്ച വാക്കുകളും ശ്രദ്ധേയമാണ്. ആദ്യത്തെ തവണ പരാജയപ്പെട്ടപ്പോൾ അത് വലിയൊരു വേദനയായിരുന്നു. രണ്ടാമത്തെ തവണ പരാജയപ്പെട്ടപ്പോൾ ഇതൊക്കെ സാധാരണമാണെന്ന് കരുതി ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. എന്നാൽ 3, 4, 5 തവണ തോറ്റപ്പോൾ ഞാൻ മറ്റുള്ളവരോട് ഈ വിവരം പറയുന്നത് തന്നെ നിർത്തി. അത് നാണക്കേട് കൊണ്ടായിരുന്നില്ല, മറിച്ച് ഓരോ തവണയും പറയാൻ പുതിയതായി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ്. ഓരോ വർഷവും റിസൾട്ട് വരുമ്പോൾ ഞാൻ അവിടെ തുടരാൻ യോഗ്യയാണോ, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം നേരത്തെ പരിഹരിച്ചേനെ, ഇനിയും എത്ര കാലം ഞാൻ ഇങ്ങനെ ശ്രമിക്കണം തുടങ്ങിയ ചോദ്യങ്ങൾ മനസ്സിനെ വേട്ടയാടിയിരുന്നുവെന്നും ലിങ്ക്ഡിനിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. അമേരിക്കയിൽ വിസ നീട്ടിക്കിട്ടാത്ത സാഹചര്യത്തിൽ പല കമ്പനികളും തങ്ങളുടെ ജീവനക്കാരെ കാനഡ പോലുള്ള രാജ്യങ്ങളിലെ ഓഫീസുകളിലേക്ക് മാറ്റാറുണ്ട്. 2022 ഐഷാനിക്കും അത് തന്നെ ചെയ്യേണ്ടി വന്നു. അമേരിക്കയിൽ നിന്ന് അവർ കാനഡയിലേക്ക് മാറി. ജോലിയിൽ തുടരാൻ ഇത് അനിവാര്യവുമായിരുന്നു. ഇന്ത്യൻ ടെക്കുകൾക്കിടയിൽ ഇത് പുതിയൊരു പ്രവണതയല്ല. H1B വിസ ലഭിക്കാത്തവർക്കായി കാനഡ അവരുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ 10,000-കണക്കിന് ഇന്ത്യൻ IT വിദഗ്ധരാണ് US നിന്ന് കാനഡയിലേക്ക് കുടിയേറിയത്. കാനഡയിലെ സ്ഥിരതാമസ സൗകര്യങ്ങളും വിസ നടപടികളിലെ വേഗതയുമാണ് ഇതിന് കാരണം. ഐഷാനിയും തന്റെ കരിയർ സംരക്ഷിക്കാൻ ഈ വഴിയാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ തന്റെ ലക്ഷ്യം അമേരിക്ക തന്നെയാണെന്ന് അവർ നേരത്തെ ഉറപ്പിച്ചിരുന്നു. കാനഡയിൽ കഴിയുമ്പോഴും തോൽക്കാൻ താൻ തയ്യാറായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. 2023 അവർ L1 വിസ വഴി തിരികെ അമേരിക്കയിലെത്തി. ഒരു കമ്പനിയുടെ വിദേശ ഓഫീസിൽ നിന്ന് അമേരിക്കൻ ഓഫീസിലേക്ക് ജീവനക്കാരെ മാറ്റാൻ ഉപയോഗിക്കുന്ന വിസയാണിത്. H1B വിസ ലോട്ടറിയിലെ ഭാഗ്യത്തെ ആശ്രയിക്കാതെ തന്നെ അമേരിക്കയിലേക്ക് തിരിച്ചെത്താൻ ഇതവരെ സഹായിച്ചു. എങ്കിലും L1 വിസ ഒരു താൽക്കാലിക പരിഹാരം മാത്രമായിരുന്നു. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കണമെങ്കിൽ ഗ്രീൻ കാർഡ് അനിവാര്യമാണ്. സാധാരണഗതിയിൽ ഇന്ത്യക്കാർക്ക് ഗ്രീൻ കാർഡ് ലഭിക്കാൻ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പ് ആവശ്യമാണ്. EB2, EB3 കാറ്റഗറികളിൽ ലക്ഷക്കണക്കിന് അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. ചില കണക്കുകൾ പ്രകാരം ഒരു ഇന്ത്യൻ IT പ്രൊഫഷണൽ ഗ്രീൻ കാർഡിനായി 100 വർഷത്തിലധികം കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഇവിടെയാണ് ഐഷാനി തന്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടവും സ്വന്തമാക്കുന്നത്. 2025 അവർക്ക് ഗ്രീൻ കാർഡ് ലഭിച്ചു. പക്ഷെ അത് സാധാരണ വഴികളിലൂടെ ആയിരുന്നില്ല. ഐൻസ്റ്റീൻ വിസ എന്നറിയപ്പെടുന്ന EB1 കാറ്റഗറിയിലൂടെയാണ് അവർ ഇത് നേടിയെടുത്തത്. എന്താണ് EB1 വിസ? ശാസ്ത്രം, കല, വിദ്യാഭ്യാസം, ബിസിനസ് അല്ലെങ്കിൽ കായികം എന്നീ മേഖലകളിൽ അസാമാന്യ കഴിവ്, അതായത് എക്സ്ട്രാ ഓർഡിനറി എബിലിറ്റി ഉള്ളവർക്ക് മാത്രമാണ് ഇത് ലഭിക്കുന്നത്. ഇതിന് ലോട്ടറി സമ്പ്രദായമില്ല. പകരം അപേക്ഷകന്റെ മികവ് മാത്രമാണ് മാനദണ്ഡം. അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ, പ്രധാന പ്രസിദ്ധീകരണങ്ങൾ, ഉയർന്ന ശമ്പളം, അതത് മേഖലയിലെ നിർണായക സംഭാവനകൾ എന്നിവ തെളിയിക്കാൻ സാധിക്കണം. 7 തവണ ലോട്ടറിയിൽ പരാജയപ്പെട്ട ഒരാൾക്ക് EB1 വിസ ലഭിക്കുമെന്ന് താൻ കരുതിയിരുന്നില്ല. കാരണം ആ പരാജയങ്ങളുടെ സമയത്ത് എനിക്ക് എന്നെക്കുറിച്ച് ഒരു എക്സ്ട്രാ ഓർഡിനറി ഇമേജും ഉണ്ടായിരുന്നില്ല. പകരം ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കുകയായിരുന്നുവെന്നും ഇഷാനി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. പരാജയപ്പെട്ട 7 തവണയും താൻ വെറുതെ ഇരിക്കുകയായിരുന്നില്ല ചെയ്തത്. തന്റെ പ്രൊഫഷണൽ മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നു. ആ പരിശ്രമമാണ് ഒടുവിൽ അവരെ EB1 വിസയ്ക്ക് അർഹയാക്കിയത്. ഇന്ന് ആയിരക്കണക്കിന് ഇന്ത്യൻ യുവാക്കൾ വിസ പ്രശ്നങ്ങളാൽ മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട്. ഐഷാനിയുടെ ജീവിതം അവരോട് പറയുന്നത് ഒന്നേയുള്ളൂ: നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന തിരസ്കാരങ്ങളുടെ എണ്ണത്തിലല്ല കാര്യം, ആ കാത്തിരിപ്പ് കാലയളവിൽ നിങ്ങൾ എന്ത് നേടിയെടുക്കുന്നു എന്നതിലാണ്. വിധി ലോട്ടറിയിലൂടെ നിങ്ങളെ തടഞ്ഞാലും നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് അത് തിരിച്ചു പിടിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഐഷാനി ഇപ്പോൾ.